അകത്ത് കിടക്കുന്നവന്റെ കാര്യം വേറെ, പുറത്ത് നടക്കുന്നവരുടെ കാര്യം വേറെ. അപ്പൊ അതുകൊണ്ട് അത് ഇവിടെ എന്റെ മുമ്പ് പ്രസംഗിച്ചവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ജനങ്ങളുടെ ഹിതം വ്യക്തമാണ്. ഒരു ദശകമായി അവരും ദുരിതത്തിലാണ്. അതിന്ന് മോചനമാണ്. അതാണ് അതിനുള്ള അജണ്ട ഞങ്ങളുടെ കയ്യിലുണ്ട്, സതീശന്റെ കയ്യിലുണ്ട്. ഞങ്ങൾ അതും കൊണ്ടുവന്ന് ഒരു ദശകം പിന്നിട്ട ദുരിതത്തിൽ നിന്ന് നവയുഗത്തിലേക്ക്, പുതിയ യുഗത്തിലേക്ക്. അവര് പറയുന്ന നവയുഗമല്ല, കേട്ടാൽ ജനങ്ങൾക്ക് ബേജാറുണ്ടാക്കണ ആ നവയുഗമല്ല. അതായത് സമുദായങ്ങൾ തമ്മിൽ ഭിന്നിപ്പിക്കുക, പച്ച വർഗീയത പറയാ, പച്ച വർഗീയത പറയുന്നവരെ പ്രോത്സാഹിപ്പിക്കുക, അവരെ കൊണ്ടു നടക്കുക, എന്നിട്ട് നവയുഗം പറയാം. ആ നവയുഗമല്ല. നിലപാടെടുത്ത് ഉറച്ച മതേതരത്വത്തിന് ടെസ്റ്റ് പാസ്സായവരാണ് ഞങ്ങൾ, യാതൊരു സംശയം വേണ്ട. ഞാൻ ഈ വേദിയിൽ ഒരുപാട് പ്രാവശ്യം പ്രസംഗിച്ച വേദിയാണ് തലശ്ശേരി. പലപ്പോഴും പ്രസംഗിക്കേണ്ടി വന്നിട്ടുള്ളത് ന്യൂനപക്ഷ സമുദായത്തിന്റെ ഇടയിൽ കടുത്ത വർഗീയത പ്രചരിപ്പിക്കാൻ വേണ്ടി ഇടതുപക്ഷം കെട്ടിക്കൊടുത്ത വേദിയിൽ വന്ന് പ്രസംഗിച്ച അത്തരം ആളുകൾക്കെതിരായി തീവ്രമായ വർഗീയത, തീതുക്കുന്ന വർഗീയത ഇവിടെ നിന്ന് പറഞ്ഞപ്പോ അതിനെതിരായി മറുപടി പറയാൻ തലശ്ശേരിയിൽ വന്നു എന്ന് അഭിമാനപൂർവ്വം ഞാൻ ഇപ്പോഴും പറയാണ്. അന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഒലിച്ചു പോകുന്നു. ഇവിടെയൊക്കെ വലിയ പ്രശ്നങ്ങളായിരുന്നു, ലോ ആൻഡ് ഓർഡർ പ്രശ്നമായിരുന്നു വന്ന് പ്രസംഗിക്കാൻ തന്നെ. കാരണം ബാബരി മസ്ജിദിന് ശേഷമുള്ള കാലഘട്ടത്തിലൊക്കെ അന്ന് ഒലിച്ചു പോകുമെന്ന് പറഞ്ഞ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇന്ന് സർവകാല റെക്കോർഡ് ഉണ്ടാക്കി മുനിസിപ്പാലിറ്റിയിൽ ഇവിടെ വിജയിക്കുന്നു. അപ്പൊ ആളുകൾക്കറിയാം, ജനങ്ങൾക്കറിയാം മതേതര നിലപാടെടുക്കുന്ന ആരാണ്. ഭൂരിപക്ഷ സമുദായം അത് മനസ്സിലാക്കുന്നുണ്ട്. ചില ചാനലുകൾ ഞാൻ ഇന്ന് എന്നെ കണ്ടപ്പോൾ ചോദിച്ചു, പഴകി പൊളിച്ച ചില വാർത്തകളും കാര്യങ്ങളൊക്കെ, വെൽഫെയർ കാര്യം, അതുപോലുള്ള കാര്യങ്ങൾ ആവർത്തിച്ച് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഇനിയെങ്കിലും നിങ്ങൾക്കൊന്ന് മതിയാക്കാനായില്ലേ? കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഇതേ ചോദ്യം ചോദിച്ചിട്ട് ഗുണമുണ്ടാകാത്ത സ്ഥിതിക്ക് ഇനി ഈ നിങ്ങൾക്ക് ഒന്ന് രണ്ട് ചാനലുകൾക്ക് അത് വിട്ടൂടെ എന്ന് ഞാൻ ചോദിച്ചു. കാരണം എന്താ, വെൽഫെയറിന് അവരെ കൊണ്ട് അങ്ങേയറ്റം അവരെ വേദിയിലെടുത്ത് പ്രസംഗിച്ചത്, അതുപോലെ തന്നെ എന്താ പറയാ പ്രചരിപ്പിച്ചത് ഒക്കെ ഈ നാട്ടിൽ നിൽക്കുകയാണ്. അങ്ങനെ അവർ ചെയ്ത സഖ്യം മറ്റുള്ളവരുടെ തലയിൽ വെച്ച് അങ്ങനെ ഭാഗ്യത ഉണ്ടാക്കുക. ഏതെങ്കിലും ഒരു വിഷയം കിട്ടിയാൽ അത് ഉപയോഗിച്ച് കമ്മ്യൂണൽ ഡിവൈഡ് ഉണ്ടാക്കുക. പറ്റാവുന്ന സ്ഥലത്തൊക്കെ പോയി വർഗീയ വിഭജനം ഉണ്ടാക്കാൻ നോക്കുക. പണ്ട് ബാബരി മസ്ജിദിന്റെ ശേഷം UDF അന്ന് ശക്തമായി ഭൂരിപക്ഷ ന്യൂനപക്ഷ സമുദായങ്ങളുടെ ഐക്യത്തിന് വേണ്ടി നിന്നപ്പോ വർഗീയത പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചത് വർഗീയ പാർട്ടികളെ ഉപയോഗിച്ച് ഇവരെ. അതേപോലെ ഇപ്പോ വീണ്ടും പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ മുമ്പ് ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കാൻ, പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞ് ഇപ്പോ ഭൂരിപക്ഷത്തെ പ്രീണിപ്പിക്കാൻ ഏതാണ്ട് പാഷാണം വർക്കിയുടെ പരിപാടി. അവിടെ ചെന്ന അവിടെ, ഇവിടെ ചെന്ന ഇവിടെ. ഇത് തുടർന്നിട്ട് ഒരു കാര്യം ഉണ്ടാകാൻ പോകുന്നില്ല. ജനങ്ങൾക്ക് കാര്യം മനസ്സിലായി. അതിന്റെ തെളിവാണ് ഓരോ ഹിതപരിശോധനയും